അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 8ാമത്തെ പാഠം അഷ്റഖൽ ബദ്രു എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് അർത്ഥം വെച്ച് അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. അഷ്റഖൽ ബദ്രു എന്ന പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബൈത്ത് പാടാം. യാ നബി സലാം അലൈക്കും, ഓ നബിയെ അങ്ങേക്ക് സലാം. യാ റസൂൽ സലാം അലൈക്കും, ഓ റസൂലെ അങ്ങേക്ക് സലാം. യാ ഹബീബ് സലാം അലൈക്കും, ഓ ഹബീബെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് സലാം. സ്വലവാത്തുല്ലാഹി അലൈക്കും, അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും ഉണ്ടാകട്ടെ. സലാം എന്ന രക്ഷ, സ്വലാത്ത് എന്നാൽ ഗുണം. അഷ്റഖൽ ബദ്രു അലൈന, അഷ്റഖൽ ബദ്രു അലൈന ഞങ്ങളുടെ മേൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. ഫഖ്തഫത് മിൻഹുൽ ബുദൂറു അതോടെ മറ്റു ചന്ദ്രനുകളെല്ലാം അണഞ്ഞിരിക്കുന്നു. ഫഖ്തഫത് മിൻഹുൽ ബുദൂറു അതോടെ മറ്റു ചന്ദ്രനുകളെല്ലാം അതിനാൽ മറ്റു ചന്ദ്രനുകളെല്ലാം അണഞ്ഞിരിക്കുന്നു. മിസ്ല ഹുസ്നിക മാറ ഐന, മിസ്ല ഹുസ്നിക മാറ ഐന നബിയെ അങ്ങയെപ്പോലെ ഒരു സൗന്ദര്യം ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക നബിയെ അങ്ങയെപ്പോലെ ഒരു സൗന്ദര്യം, അങ്ങയെപ്പോലെ ഒരു സൗന്ദര്യം മാറ ഐന ഞങ്ങൾ കണ്ടിട്ടില്ല. ഖത്തു യാ വജ്ഹസ്സുറൂർ ഖത്തു തീരെ തന്നെ കണ്ടിട്ടില്ല. യാ വജ്ഹസ്സുറൂർ സന്തോഷമുഖമുള്ള നബിയെ, സന്തോഷമുഖമുള്ള നബിയെ അങ്ങയെപ്പോലെ സൗന്ദര്യമുള്ള ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. യാ വലിയൽ ഹസനാത്ത് നന്മകളുടെ രക്ഷിതാവായ അള്ളാഹുവേ. യാ റഫീഅദ് ദറജാത്ത് പദവികൾ ഉയർന്നവനായ അള്ളാഹുവേ. കഫിറൻ അന്നി ദുനൂബി എൻ്റെ പാപങ്ങൾ നീ പൊറുത്തു തരണമേ. വഗ്ഫിറല്ലി സയ്യിആത്തി, വഗ്ഫിറല്ലി സയ്യിആത്തി എൻ്റെ തിന്മകളും നീ പൊറുത്തു തരണമേ. അൻത ഗഫാറുൽ ഖതായ, അൻത ഗഫാറുൽ ഖതായ നീ ദോഷങ്ങൾ വളരെയധികം പൊറുക്കുന്നവനാണ്. അൻത ഗഫാർ നീ വളരെയധികം പൊറുക്കുന്നവനാണ്. അൽ ഖതായ ദോഷങ്ങളെ വളരെയധികം പൊറുക്കുന്നവനാണ്. വദ്ദുനൂബിൽ മൂബിഖാത്തി, വദ്ദുനൂബിൽ മൂബിഖാത്തി വീഴ്ചകൾക്ക്, വദ്ദുനൂബിൽ മൂബിഖാത്തി എൻ്റെ വൻ ദോഷങ്ങളും എൻ്റെ വലിയ ദോഷങ്ങളും നീ പൊറുത്തു തരണമേ. എൻ്റെ വലിയ ദോഷങ്ങളും നീ പൊറുത്തു തരണമേ, എൻ്റെ ചെറിയ ദോഷങ്ങളും എൻ്റെ ദോഷങ്ങളും നീ പൊറുത്തു തരണമേ. അൻത ഗഫാറുൽ ഖതായ എൻ്റെ ദോഷങ്ങളെ നീ അതിയായി പൊറുത്തു തരണമേ. വദ്ദുനൂബിൽ മൂബിഖാത്തി എൻ്റെ വൻ ദോഷങ്ങളും നീ ധാരാളമായി പൊറുത്തു തരണമേ. അൻത സത്താറുൽ മസാവി, അൻത നീ അല്ലാഹുവേ നീ സത്താറുൽ മസാവി ന്യൂനതകളെ മറച്ചു വെക്കുന്നവനാണ്. അൻത സത്താറുൽ മസാവി നീ ന്യൂനതകളെ മറച്ചു വെക്കുന്നവനാണ്. വ മുഖീലുൽ അസറാത്ത്, വ മുഖീലുൽ അസറാത്ത് വീഴ്ചകൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവനുമാണ്. അൻത സത്താറുൽ മസാവി നീ ന്യൂനതകളെ മറച്ചു വെക്കുന്നവനാണ്. വ മുഖീലുൽ അസറാത്ത് വീഴ്ചകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. ആലിമുസ്സിരി വ അഖ്ഫാ, ആലിമുസ്സിരി വ അഖ്ഫാ നീ രഹസ്യവും ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവനാണ്. ആലിമുസ്സിരി വ അഖ്ഫാ നീ രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവനാണ്. മുസ്തജീബുദ് ദഅവാത്ത് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനുമാണ്. റബ്ബന റഹംന ജമീഅ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ. ഇർഹംന ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ. ജമീഅ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കരുണ ചെയ്യണമേ. ബി ജമീഇ സ്വാലിഹാത്തി ഞങ്ങൾ ചെയ്ത മുഴുവൻ നല്ല കാര്യങ്ങളെ കൊണ്ടും ഞങ്ങൾക്കെല്ലാവർക്കും നീ കരുണ ചെയ്യണമേ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ നഖ്റ വ നഫ്ഹം വായിച്ച് മനസ്സിലാക്കാനുള്ളത്. ആ പാഠത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ ആ പാഠം വളരെ സിമ്പിളായിട്ട് നമുക്ക് അർത്ഥം വെക്കാൻ കഴിയും. അഷ്റഖ എന്ന ഉദിച്ചു, വജുഹുൻ മുഖം, ബദ്ർ പൂർണ്ണചന്ദ്രൻ, സുറൂർ സന്തോഷം, ഹുസ്ന് സൗന്ദര്യം, വലിയുൻ രക്ഷിതാവ് ദാതാവ്, ദംബുൻ പാപം, കഫിറൻ പൊറുത്തു തരണമേ. ഇങ്ങനെ ഓരോ വാക്കുകളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിൽ രണ്ടാമത്തത് തദ്രീബാത്തിൽ രണ്ടാമത്തത് നക്തുബ് കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. ഒന്ന് നബി, നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ. അപ്പോൾ യാ നബി പ്രവാചകരെ. അപ്പോൾ ഹബീബ് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടയാൾ. അപ്പോൾ യാ കൂട്ടി എഴുതണം. യാ ഹബീബ് ഇഷ്ടപ്പെട്ടവരെ.
ഇനി അടുത്തത് റസൂല്. റസൂല് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൂതൻ എന്നാണ്. അപ്പോൾ നമ്മൾ യാ കൂട്ടിയിട്ട് എങ്ങനെ പറയും? യാ റസൂൽ, ദൂതരെ. അടുത്തത് ജദ്ദുൽ ഹുസൈൻ, ഹുസൈൻ എന്നവരുടെ വലിയുപ്പ, ഹുസൈൻ എന്നവരുടെ വലിയുപ്പ. അപ്പോൾ യാ ജദ്ദൽ ഹുസൈൻ, യാ ജദ്ദൽ ഹുസൈൻ. ഇവിടെ ദാലിന് നേരത്തെ ജദ്ദുൽ ഹുസൈൻ എന്നാണ്, ഇവിടെ ദാലിന് ഫത്ത് കൊടുക്കുക. യാ ജദ്ദൽ ഹുസൈൻ, ഹുസൈൻ എന്നവരുടെ വലിയുപ്പയെ. അടുത്തത് വലിയുൽ ഹസനാത്ത്. അടുത്തെന്താണ്? വലിയുൽ ഹസനാത്ത്, നന്മകളുടെ രക്ഷിതാവ്. വലിയുൽ ഹസനാത്ത് എന്നാൽ നന്മകളുടെ രക്ഷിതാവ്. യാ വലിയുൽ ഹസനാത്ത്, നന്മകളുടെ രക്ഷിതാവേ. യാ കൂട്ടിയതും യാ വലിയുൽ ഹസനാത്ത്, നന്മകളുടെ രക്ഷിതാവേ. അടുത്ത് റഫീഉദ് ദറജാത്ത്. എന്താ റഫീഉദ് ദറജാത്ത് എന്നാൽ പദവികൾ ഉയർന്നവൻ, പദവികൾ ഉയർന്നവൻ. അപ്പം എങ്ങനെ ഇത്? യാ കൂട്ടിയിട്ട് യാ റഫീഉദ് ദറജാത്ത്, പദവികൾ ഉയർന്നവനെ, അല്ലെങ്കിൽ പദവികൾ ഉയർന്നവരെ. ഇനി ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതാനുള്ളതാണ്, ജംഅ എഴുതാനുള്ളതാണ്. ദംബുൻ, അതിൻ്റെ ജംഅ ആണ് ദുനൂബ്. ദംബ് എന്ന് പറഞ്ഞാൽ ദോഷം, ദുനൂബ് പറഞ്ഞാൽ ദോഷങ്ങൾ. സയ്യിഅത്ത് ആണ് അടുത്തത്. സയ്യിഅത്ത് പറഞ്ഞാൽ തിന്മ, സയ്യിആത്ത്, അതിൻ്റെ ജംഅ സയ്യിആത്ത്, തിന്മകൾ. ഖതീഅത്ത്, ഖതീഅത്ത് പറഞ്ഞാൽ ദോഷം, ഖതീആത്ത് പറഞ്ഞാൽ ദോഷങ്ങൾ. അടുത്ത അസ്റത്തുൻ, ജംഅ അസ്റാത്ത്. അസ്റത്ത് പറഞ്ഞാൽ വീഴ്ച എന്നാണ്, അസ്റാത്ത് പറഞ്ഞാൽ വീഴ്ചകൾ. അടുത്ത ദഅവത്തുൻ, ദഅവത്തുൻ ജംഅ ദഅവാത്ത്. ദഅവത്ത് പറഞ്ഞാൽ പ്രബോധനം, ദഅവാത്ത് പറഞ്ഞാൽ പ്രബോധകൻ, ദഅവാത്ത് പറഞ്ഞാൽ പ്രബോധകർ. അടുത്ത ഹസനത്തുൻ ജംഅ ഹസനാത്ത്, ദറജത്തുൻ ജംഅ ദറജാത്ത്, സ്വാലിഹത്തുൻ ജംഅ സ്വാലിഹാത്ത്, ബദറുൻ ജംഅ ബുദൂർ, ദഹറുൻ ജംഅ ദുഹൂർ. ഇനി മൂന്നാമത്തെ അല്ലാഹു ഗഫാറുൻ. അള്ളാഹു ഗഫാർ എന്ന് കൊടുത്തു. അപ്പോൾ എങ്ങനെ എഴുതണം? അള്ളാഹു ഗഫാർ ദുനൂബ്, അള്ളാഹു താല ധാരാളം പുറത്തു തരുന്നവനാണ്. അടുത്ത അള്ളാഹു സത്താർ എന്നുണ്ട്. അപ്പോൾ അള്ളാഹു സത്താറുൽ മസാവി, അള്ളാഹു സത്താറുൽ മസാവി. അള്ളാഹു സത്താറുൽ മസാവി, അള്ളാഹു താല ന്യൂനതകളെ ധാരാളം മറച്ചു വെക്കുന്നവനാണ്. അടുത്ത അള്ളാഹു മുസ്തജീബ് എന്നുണ്ട്. അപ്പോൾ അള്ളാഹു മുസ്തജീബ് ദഅവാത്ത്, അള്ളാഹു താല പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. അടുത്തത് തഖ്സീസ്, നുൻഷിദ് വനതവക്ക്. ഈണത്തിൽ ഈ ബൈത്ത് ചൊല്ലി പഠിക്കാനാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കെല്ലാവർക്കും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.